അഴീക്കോട് ബീച്ചിൽ കവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വൈഫും കുട്ടികളും പറഞ്ഞ് രാത്രിയാണ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല ഭയമായിരുന്നു. കാരണം അഴീക്കോട് ബീച്ച് ഇന്നീ കാണുന്ന രൂപത്തിലാണ് നൈറ്റുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ നിറച്ച ആൾക്കാരാണ്. അങ്ങനെ അങ്ങ് കവര് കാണാൻ വേണ്ടി പോയി. കവര് നമ്മൾ വിചാരിച്ച പോലെ എല്ലാ തിരമാലയും നീല കളറിലൊന്നും വരുന്നില്ല. നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ഫ്ലാഷ് പോലെ ഇങ്ങനെ നീല കളറിൽ വന്നിരിക്കും. ഒരു പക്ഷേ അതായിരിക്കും അതിൻ്റെ ഭംഗി. കാരണം എല്ലാ തിരമാലയും ആ കളറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, ഇടയ്ക്ക് ഒരു മിന്നൽ പോലെ ഇങ്ങനെ ഒരു ഒറ്റ കളറിൽ ഇങ്ങനെ ബ്ലൂ കളറിങ്ങനെ വരും. നല്ല നല്ല ഭംഗിയുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഴീക്കോട് ബീച്ച് ഈ രീതിയിലേക്ക് ആക്കിയത് മന്ത്രി രാജേന്ദ്രൻ്റെ കാലത്താണ്. അത് കഴിഞ്ഞ് വന്ന ടൈസൺ മാഷും അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നൈറ്റൊക്കെ ഒരുപാട് ഗൾഫിലേക്ക് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ ആസ്വദിക്കുന്നുണ്ട്. അവിടെ അത്രയും ഫെസിലിറ്റീസ് കൊണ്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായ എല്ലാ രീതിയിലും കുറേ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ്. അപ്പം പതുക്കെ പതുക്കെ ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ ബീച്ചിനെ ബേസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ റിസോർട്ടുകൾ, ബാറുകൾ, അത് ഇതൊക്കെ വന്ന് നമ്മുടെ കേരളത്തിലെ ടൂറിസം വളരാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കവര് തന്നെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇതേപോലെ രാത്രി എന്താണ്, അവിടെ സുരക്ഷിതമാണോ എന്ന് ഭയമുള്ളവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനമുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്തരം വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പേജ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ ബൈ.